ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇങ്ങനെ ആളുകളെ റീലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വീട് എന്നുള്ളതിനപ്പുറം അവർക്ക് കൃഷി ചെയ്യുവാനും വരുമാനം നേടുവാനും ജീവിത മാർഗമുണ്ടാകണം. അതിന് സർക്കാരിനെ സംബന്ധിച്ചോളം ഇപ്പോൾ 100 കണക്കിന് ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള ഇടം ഉണ്ടായെന്ന് വരില്ല, സ്ഥലമുണ്ടായെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരിട്ട് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അവിടെ ഒരു നിവേദനം കൊടുത്തിരുന്നു. അതിനകത്ത് കൃത്യമായ കണക്കുകൾ വെച്ചു. ആ കണക്കുകൾ വെച്ചാൽ ഇന്ന് 11,500 സ്ക്വയർ കിലോമീറ്റർ 564 സ്ക്വയർ കിലോമീറ്ററോളം ഈ നോൺ കോർ ഫോറസ്റ്റ് പ്ലാന്റേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ ടീക്ക്, അക്കേഷ്യ, അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ലാന്റേഷൻസ് ഉണ്ട്. ആ പ്ലാന്റേഷൻസ് ഹെക്ടർ എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 ആക്കിയ ഹെക്ടർ ആവും. അത്രയും പ്ലാന്റേഷൻസ് ഈ മേഖലയിൽ തന്നെ, ഈ മലബാർ മേഖലയിൽ തന്നെ ഏതാണ്ട് 555 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ എത്രയാണോ സ്ഥലം പോയത് അതിൻ്റെ ഇരട്ടി സ്ഥലം ഈ പ്ലാന്റേഷനിൽ കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു ജീവിതമാർഗം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് കേന്ദ്രമന്ത്രിയെ നമ്മൾ കണ്ടു കൊടുത്തു. അങ്ങനെ ഒരു സാധ്യത പഠിച്ച് നമുക്ക് ഇവരെ ഒന്ന് റീലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കഴിയുള്ളൂ. ഇത് ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ചോദിച്ചു നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഡോക്ടർമാരുടെ വിഷയം. ഇതും ഇതുപോലെ തന്നെ ആളിക്കത്തുന്ന ഒരു വിഷയമാണ്. ഡോക്ടർമാരുടെ വിഷയത്തിൽ നമ്മളൊരു നിവേദനം തന്നെ കൊടുത്തു. ഒരു പ്രത്യേക സമ്മേളനം തന്നെ വിളിച്ചു കൂട്ടണം. അത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് തീർച്ചയായും നിയമങ്ങളുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് നിർബന്ധിതമായി ഒരു നിയമ ലെജിസ്ലേഷൻ നടത്തി കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം വേണം. അതിനായിട്ട് നമ്മുടെ രാജ്യം ഇതിനെ കാണും. പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ